ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവരുടെയും നല്ല ചൂടായിട്ട് എല്ലാവരും പൊരിഞ്ഞിരിക്കുകയായിരിക്കുമല്ലേ? ഇവിടെയും നല്ല ചൂടാട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് എൻ്റെ അനിയത്തീൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് മാർച്ച് 23-ന്. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പോകുക കേട്ടോ. ഈ ചെക്കന്മാർക്ക് കളിക്കുന്ന വണ്ടികളാണ് കേട്ടോ നമ്മൾ അധികം വാങ്ങൽ. പക്ഷെ വെറുതെയാണ്, എല്ലാം നശിപ്പിച്ചിടും. ഒറ്റ ദിവസം മാത്രമേ ആ വണ്ടി കാണുള്ളൂ, പിന്നെ അത് കാണൂല. അങ്ങനെ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നല്ല ചൂടുമല്ലേ, അപ്പോൾ ചെക്കൻ ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആട്ടോ വാങ്ങിയത്. എനിക്കാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടോക്കുമ്പോൾ അതിൽ ഒറ്റക്ക് തന്നെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും അതും എനിക്കിഷ്ടമായി, ഓൻ്റെ കളി കണ്ടാൽ തന്നെ അറിയാം. പിന്നെ അച്ഛന് പരാതിയും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓനിക്കും പിന്നെ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയി. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നല്ലേ? നമ്മൾ കാവിലേക്കാണ് പോകുന്നത്. കാവിൽ എന്ന് പറഞ്ഞാൽ വയനാട്ടുകാരുടെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കേട്ടോ, വള്ളിയൂർക്കാവ് മഹോത്സവം എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടേക്കാണേ. വയനാട്ടിലുള്ളവർ അധികം പേരും പോകും കേട്ടോ, പോകാത്തവർ വളരെ കുറവായിരിക്കും. കാവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു വികാരമാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോഴേ വിചാരിച്ചിരുന്നു അടുത്ത പ്രാവശ്യം എന്തായാലും പോകണമെന്ന്. അപ്പോൾ പിന്നെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ സുഖമായല്ലോ, അപ്പോൾ പോകാനും പറ്റി. അങ്ങനെ നമ്മൾ ഇന്ന് എന്തായാലും ഒന്നിലും കയറാനൊന്നും പറ്റില്ല. അച്ഛനെ കയറ്റി കേട്ടോ. അച്ഛന് സന്തോഷമായി, ഓനത് കണ്ടപാട് കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓനെ കയറ്റി. നമ്മൾ അച്ഛൻ ഉള്ളത് കൊണ്ട് ഒന്നിലും അങ്ങനെ കയറിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ കോളിഫ്ലവർ, അത് നമ്മൾ എന്ത് പരിപാടിക്ക് പോയാലും, ഇങ്ങനെ ഫെസ്റ്റിവൽ പരിപാടിക്കോ അല്ലാത്ത പരിപാടിക്കോ ഒക്കെ പോയാൽ കോളിഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിച്ചേ പറ്റൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് എല്ലാ സംഭവങ്ങളും കണ്ട് നടക്കാം കേട്ടോ. പിന്നെ അച്ചു വലിയ സാധനത്തിലേക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, അതിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒന്നിലും കൂടെ ഒരു റൈഡിലും കൂടെ ഞാനും അച്ചും കയറി കേട്ടോ. അതാ ഈ സംഭവത്തിലാണ് കയറിയത്. ഇതിലധികം സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അനൂക്ക് കയറിയിട്ടില്ല കേട്ടോ, ഞാനും അച്ചും മാത്രം കയറി. കുറച്ച് സ്പീഡൊക്കെ കുറച്ച് കുറവായിരുന്നു. അച്ഛന് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല കേട്ടോ, ആൾ കൂളായിട്ടിരുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ പേടിയായിട്ട് ഞാൻ 2 കൈയും വെച്ച് ഓനിങ്ങനെ പിടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അച്ചു. എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കണ്ടിട്ട് ലാസ്റ്റ് നിർത്താനായ ടൈമിലാട്ടോ എന്നൊക്കെ വീഡിയോ എടുത്തത്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ, അങ്ങനെ അധിക സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അച്ചുവിന് തോക്കും കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് മുറുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ പാർസലായിട്ട് വാങ്ങി കേട്ടോ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു, പക്ഷെ എല്ലാവരുടെയും തിരക്കായതുകൊണ്ട് പാർസൽ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.